പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 36-ാമത്തെ വാക്യം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു ചെന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായി യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസൻ എന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്നും വെളിപ്പെട്ട് വരട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് ഇവിടെ പ്രവാചകൻ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിശക്തവും വളരെ ഗാംഭീര്യവും ദൈവ സാന്നിധ്യവും ആത്മാവിൽ നിറയപ്പെട്ടതും യഥാർത്ഥത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥ നിറവോടുകൂടി യാഗപീഠത്തിന്റെ അരികെ നിന്നുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യാഗപീഠത്തിന്റെ അരികെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ ഞാൻ ആ പ്രാരംഭത്തിന് പറയട്ടെ, ഏലിയ പ്രവാചകൻ യാഗപീഠത്തിന്റെ അരികെ നിന്ന് ഇത്രമാത്രം ശക്തിയോടെ ദൈവിക സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആശ്ചര്യമായൊരു യാഗപീഠമല്ല നമുക്കുള്ളത്. ആത്മീയ യാഗപീഠം, അത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തും വെളിപ്പെടുത്തിക്കൊണ്ട് ആ ക്രിസ്തുവിന്റെ യാഗപീഠത്തോട് ചേർന്ന് ആ ക്രൂശിനോട് ചേർന്ന് നിന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവ മഹത്വം ഇറങ്ങി വരുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറഞ്ഞ് 2 വിധത്തിലാണ്. ഹല്ലേലൂയ. അത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ജഡം കൊണ്ട് പ്രാർത്ഥിക്കുന്നതുണ്ട്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നതും ജഡം കൊണ്ട് പ്രാർത്ഥിക്കുന്നതുമാണ്. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏലിയ പ്രവാചകൻ യാഗപീഠത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് മറ്റ് യാതൊരുവിധ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാതെ ഏകാഗ്രത ഹൃദയത്തോടെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവത്തോട് തന്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവികമായ കൃപ അവിടെ വെളിപ്പെടുത്തുവാൻ ദൈവം അവിടെ ഇറങ്ങി വരത്തക്ക നിലയിൽ പ്രവാചകന്റെ സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥന. അതെന്താണ്? ബാലിന്റെയും അശയുടെയും പ്രവാചകന്മാർക്ക് എതിരെ നിന്നുകൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കാൻ പോകുന്നത്. അതൊരു ആത്മാവിന്റെ പ്രാർത്ഥനയാണ്. ആ കാലഘട്ടത്തെ പ്രാർത്ഥന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ആത്മാവ് കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രാർത്ഥനയില്ല. ഏലിയ പ്രവാചകൻ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ആത്മാവിൽ തന്നെ അതിന് മറുപടി കണ്ടെത്തി അതിന്റെ അവസാനം കണ്ടെത്തുക. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ജഡം കൊണ്ട് ആരംഭിക്കുക. ഇന്ന് പ്രാർത്ഥിക്കുന്ന അനവധി ആളുകളുണ്ട്. എല്ലാം ജഡം കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞ് എന്താണ് ജഡം കൊണ്ട് ആരംഭിക്കുക? നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുൻവിധികളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സമയത്തെ എല്ലാം ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് അടുത്ത സീരിയലിന്റെ, അടുത്ത റിയാലിറ്റി ഷോ, അടുത്ത കോമഡി, അടുത്ത സിനിമ, അതുപോലെ ടിവിയിലുള്ള എല്ലാ കച്ചറകളിലെ സമയത്തെ നമ്മൾ ശരിയായിട്ട് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. ജഡത്തിലാണ്. അപ്പം ജഡത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന വരുമ്പോൾ ഏലിയ പ്രവാചകനെ പോലെ ഏകാഗ്രതയൊന്നും കിട്ടത്തില്ല. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ഇസ്രായേലിന്റെയും ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയവും കിട്ടത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വെട്ടിക്കൂട്ടെന്നൊക്കെ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചങ്ങ് അവസാനിപ്പിച്ച് അടുത്ത സീരിയലിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്ന അത് ഇന്നത്തെ വിശ്വാസികളുടെ ജഡത്തിന്റെ പ്രാർത്ഥനയാണ്. നിങ്ങളല്ലെന്നൊന്ന് പറയണം. ഹല്ലേലൂയ. ഞാൻ തെളിവടക്കം പലരും നിരത്തി തരാം. പ്രൈസ്. ഞാൻ ഇരിക്കെ ചെയ്ത് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ്. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാസ്റ്റർ പ്രാർത്ഥിക്കാം, പിള്ളേർക്ക് തിരക്കുണ്ട്. പിള്ളേർ തിരക്കെന്താ? ടിവിയുടെ മുമ്പിൽ പോകാനാ? ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് വീടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ജഡം കൊണ്ടും ബുദ്ധി കൊണ്ടും അല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്താണ് ദൈവം ഇറങ്ങി വരുന്നത്. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ പ്രാർത്ഥനയ്ക്കൊരു നേരമുണ്ട്, പ്രാർത്ഥനയ്ക്കൊരു സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ നീ ഇരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ അന്തരീക്ഷം വെളിപ്പെടണമെങ്കിൽ കാൽവരി കുരിശിൽ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കാര്യരമ്പാണികൾ തറയപ്പെട്ട് മുൾക്കിരീടധാരിയായി ശരീരം ഒഴിവുചാല് പോലെ കീറി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി കിടക്കുന്ന മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി മനുഷ്യന്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ചുമലിലേറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി മരണവേദന അനുഭവിക്കുന്ന കർത്താവിനെ നമ്മുടെ ആത്മാവ് കൊണ്ട് കണ്ട്
ആ യാഗപീഠത്തെ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ മാധുര്യം വെളിപ്പെടുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും എൻ്റെ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആ ക്രൂശിന്റെ അനുഭവമുണ്ടോ? ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ സ്നേഹമുണ്ടോ? ഞാൻ ആത്മാവ് കൊണ്ട് തന്നെയാണോ പ്രാർത്ഥിക്കുന്നത്? ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ച ആത്മാവിലാണോ ഞാൻ അവസാനിപ്പിക്കുന്നത്? ആത്മഭാരം അങ്ങ് എനിക്ക് തന്നിട്ടുണ്ടോ? എന്നെപ്പോലെ കഷ്ടം സഹിക്കുന്ന നൊമ്പരപ്പെടുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ, ഞാൻ അറിയുന്നവരും അറിയാത്തവരും, അല്ലെങ്കിൽ എന്നെ അറിയാത്തവരുമായി പല ഭാഷക്കാര്, പല രാജ്യക്കാര്, പല ദേശങ്ങളിലുള്ളവർ കഷ്ടം സഹിക്കുന്ന കർത്താവേ, അവർക്ക് വേണ്ടി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൊണ്ട് മാത്രം അവസാനിപ്പിക്കുക. എനിക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല. ടി വി കാണണം, സീരിയൽ കാണണം, മൊബൈൽ കാണണം, ഇതങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്റെ പ്രാർത്ഥന സമയത്ത് ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കുക. അപ്പൊ നിങ്ങൾ പറയും മറ്റും ഭയങ്കര അതിവിശുദ്ധ. ഞാൻ അതിവിശുദ്ധനെന്ന് ഞാൻ പറഞ്ഞില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഈ വിലപ്പെട്ട സമയത്ത് നമ്മൾ കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നാം എവിടെ നിന്നാലും, ഏത് സന്ദർഭത്തിൽ നിന്നാലും, ഏത് മേഖലയിൽ നിന്നാലും പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തൊന്നും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില ബസ് സ്റ്റാൻഡുകളിലൊക്കെ യാത്ര ചെയ്ത് ചെന്നിറങ്ങുന്ന സമയമുണ്ട്. അങ്ങനെ ചെന്നിറങ്ങുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കുറച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഞാൻ പെട്ടെന്ന് എങ്ങോട്ട് ഏതെങ്കിലും മൂലയിലേക്ക് മാറി നിന്നിട്ട് വലിയ ശബ്ദകോലാഹലമൊന്നും ഇല്ലാത്തതൊന്നും മാറി നിന്നിട്ട് ഞാൻ ആ സ്റ്റാൻഡിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. പല സ്റ്റാൻഡുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് രാവിലെ മാറി അവർ സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ പോയി വിവിധ ജോലിക്ക് പോകുമ്പോൾ പിന്നീട് അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലും, ബസ് സ്റ്റേഷനുകളിലും, അതുപോലെ തന്നെ വിവിധ പാർക്കുകളിലും, വിവിധ മാളുകളിലും ഒക്കെ ചെല്ലുമ്പോൾ, വെയിറ്റ് ഷെഡുകളിലൊക്കെ ചെല്ലുമ്പോൾ പലരെയും നമുക്ക് കാണാൻ കഴിയും. അത് കാണുമ്പോൾ എന്നെ കേൾക്കുന്ന റോഹാവി, നമ്മൾ പ്രാർത്ഥിക്കണം. പിശാച് പലരെയും കൈവശപ്പെടുത്തി പിശാചിന്റെ തന്ത്രങ്ങളിൽ പലരെയും കുടുക്കി ദൈവമക്കളെ പോലും സാത്താൻ അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേലിയ. സാത്താനി ആരാധന പെരുകി, സാത്താനി കൂട്ടങ്ങൾ പെരുകി. പലരും ആത്മാവ് കൊണ്ട് ആരംഭിക്കാൻ കഴിയാവുന്ന ജഡത്തിൽ സാത്താനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അത് ഓൺലൈനിൽ വരെ ഇന്ന് സാത്താൻ കയറി കൂടിയിട്ടുണ്ട്. അല്ലേലിയ. ഇവിടെ ജാഗ്രതയോടെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ പ്രവാചകൻ വെളിപ്പെടുത്തി തരുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കാലമിനി അധികമില്ല. അന്ത്യകാല സംഭവങ്ങൾ, അന്ത്യകാല ദുർഘടങ്ങൾ ഓരോന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ കടന്നു വരുമെന്നറിയാമെന്നാണ് 2 തിമോഥെയോസ് ലേഖനം 3:1 അല്ലേ. അപ്പൊ നമുക്കറിയാം, ഏതു നിലയിലും ജനത്തെ നശിപ്പിക്കുന്ന, പാപത്തിലേക്ക് തള്ളിയിടുന്ന അനവധി സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് വളരെ ഭാരമുണ്ടാകണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, നിന്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ നിന്നെ അനുസരിക്കണമെങ്കിൽ, നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നിനക്കൊരു മാതാവ് പിതാവിന്റെ സ്ഥാനത്തണമെന്നുണ്ടെങ്കിൽ നിന്റെ കുഞ്ഞിനെ ആദ്യം മുതലേ ദൈവകൃപയിൽ വളർത്തണം. അല്ലാതെ ഇന്നത്തേക്ക് മൊബൈൽ ഇട്ട് കൊടുത്ത് അതിൽ തോണ്ടി കളിക്കാൻ ഇട്ടേച്ച് നീ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്ന നിന്റെ മകൻ വളർന്നു വരുന്ന ജഡത്തിലായിരിക്കും. ഇന്നത്തെ 100% കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾക്ക് നീ ചെറുപ്രായത്തിൽ തന്നെ ആത്മാവ് കൊണ്ടുള്ള, ആത്മാവിൽ നിറയപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, കർത്താവിനെ കുറിച്ച്, സൃഷ്ടാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തള്ളമാർക്ക് അതിനൊരു സമയമില്ല. അല്ലേലിയ. അവരിങ്ങനെ മൊബൈലും തോണ്ടി കണ്ടതും കേട്ടതും എല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും ചിരിച്ചും ആടിയും തുള്ളിയൊക്കെ നടക്കുക. പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങളെ ആത്മീയം വളർത്താൻ പറ്റും? അവൻ വളർന്നു വരുമ്പം അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്നത്തെ തലമുറയുടെ പ്രവൃത്തി കണ്ടിട്ടില്ലേ? എന്നിട്ട് അവനെന്തെങ്കിലും ചാക്രി നേടി പിന്നെ അവനെതിരെ പ്രശ്നം ഉണ്ടാക്കി അവരകത്ത് ഇത് നിന്റെ കുഴപ്പമാ സഹോദരി. നിന്റെ മക്കൾ പിഴച്ചത് നാട്ടുകാരല്ല, ഇവിടുത്തെ നിയമാധികാരികളുമല്ല. അല്ലേ. നിന്റെ മക്കളെ സ്കൂളിൽ വിട്ട് നിന്റെ മക്കൾ സ്കൂളിൽ അക്രമം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കുഴപ്പം തന്നെയാണ്. നീ അവനെ നേരായ പാതയിൽ വളർത്തി നേരായ രീതി വിട്ട് ആ കുഞ്ഞ് സ്കൂളിൽ നന്നായിട്ട് ജീവിച്ചാൽ. നിന്റെ ജീവിത രീതി തെറ്റായി പോയത് കൊണ്ട് നിന്റെ വളർത്തു മോശമായതുകൊണ്ട് ആ കുഞ്ഞ് സ്കൂളിൽ ചെന്ന് തെറ്റിപ്പോയി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ലേറിയ. ഇവിടെ ഏലിയാവിന്റെ പ്രാർത്ഥന എന്താണ്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം, ആമി സ്തോത്രം. അഗ്നി ഇറക്കുന്ന, ആകാശം തീ ഇറക്കുന്ന വലിയൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലായി, ഏലിയ പ്രവാചകൻ ഒരു പുരോഹിത കുടുംബത്തിൽ, ലേവി കുടുംബത്തിൽ ഉള്ളവനാണ്. ഏലിയ പ്രവാചകൻ എന്ന് പറഞ്ഞത് പുരോഹിത ലേവി കുടുംബത്തിൽപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അപ്പം കടലിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് അവിടെ ആമേ ധാരാളം ഒഴിച്ച് കുതിർത്തു തീ ഇറങ്ങാനായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വേദപുസ്തകത്തിൽ മറ്റാരും പ്രാർത്ഥിക്കാത്ത ഒരു വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ് ഏലിയാവ് ചെയ്തത്. ഹല്ലേലൂയ. നമ്മൾ ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ 18-ാം അധ്യായം അതിലെ 17 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ബാലിന്റെയും അശേരുടെയും പ്രവാചകന്മാർ രാവിലെ തൊട്ട് ഉച്ചവരെ അവരുടെ ദൈവത്തെ വിളിച്ച് അവരുടെ ശരീരം മുറിവേൽപ്പിച്ച് ദണ്ഡിപ്പിച്ച് അവരുടെ ശരീരത്തെ കുത്തിയും തുളച്ചിട്ടും അവരുടെ ദേവൻ അനങ്ങിയില്ല എന്ന് ഹല്ലേലൂയ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 25 തൊട്ട് വാക്യങ്ങൾ വായിച്ചു കാണുന്നുണ്ട്. അവർ രാവിലെ തൊട്ട് അവരുടെ ദൈവങ്ങളെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു ദൈവങ്ങൾ പോലും അനങ്ങിയില്ല. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിന്റെ പ്രാർത്ഥന നടുവിൽ ഇറങ്ങി വന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുവാൻ വലിയ കൂട്ടമൊന്നും വേണ്ട, പ്രാർത്ഥിക്കുവാൻ വലിയ ആൾപ്പെരുപ്പമൊന്നും വേണ്ട. ഏലിയാവിനെ പോലെ ഒറ്റയ്ക്ക് നിന്നാൽ മതി. ഞാനിപ്പോഴും ഒറ്റയ്ക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ആ ഏലിയാവിന്റെ ഒറ്റയ്ക്ക് നിന്നുള്ള പ്രാർത്ഥന ഇഷ്ടമാണ്. കാരണം തന്റെ മുമ്പിൽ നിൽക്കുന്ന ബാലിന്റെ അശേരുടെ പ്രവാചകന്മാർ 850 പേരാ. 850 പേര് നിന്ന് വെല്ലുവിളിച്ച് അവരുടെ ദേവി ദേവന്മാരെ വിളിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ഏലിയാവ്. ഞാനും കർത്താവോട് പറയും, കർത്താവ്, ലോകം എനിക്ക് അനുകൂലം വന്നിരുന്ന, ലോകം എനിക്ക് അനുയോജ്യം വന്നില്ല. അതുകൊണ്ട് ബാലിന്റെ അശേരുടെ പ്രവാചകന്മാർ കൂട്ടത്തോടെ അവരുടെ ദേവി ദേവന്മാരെ ആമെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ, ഒറ്റയ്ക്ക് നിന്ന് പോരാടി പ്രാർത്ഥിക്കുവാൻ എന്നെയും കൂടെ ശക്തരാക്കണമെന്ന് ഞാനും പറയാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് വരണം. ഈ എല്ലാ മതവിഭാഗക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയില്ലാത്തവരാരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥന ഇല്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നാൽ പ്രാർത്ഥന ഇല്ലാത്തവരുണ്ട്. അതേ ഞാൻ ആ മകത്തേക്ക് കടക്കത്തില്ല. ഹല്ലേലൂയ. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് നൊമ്പരങ്ങളൊക്കെ ഉണ്ടാകും. ഹല്ലേലൂയ. എന്തുവാകട്ടെ, നമ്മൾ പ്രാർത്ഥിക്കണം. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ ദൈവസനി പ്രാർത്ഥിക്കാൻ ഹൃദയ ഒരുക്കത്തോടെ വന്നതുപോലെ നമുക്കും ഭോജനയാഗം പ്രാർത്ഥിക്കുവാൻ ഒരു നേരം നമ്മുടെ ഭവനത്തിലുണ്ടായിരിക്കണം. പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ ഈ ഒരു സമയത്തെ നിശ്ചയിക്കണം. സന്ധ്യാപ്രാർത്ഥന അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂട്ടമായി അടങ്ങിയ കുടുംബമാണെങ്കിൽ, ഭാര്യയും ഭർത്താവും മക്കളടങ്ങിയ കുടുംബമാണെങ്കിൽ ഭോജനയാഗം, സന്ധ്യായാഗം കഴിക്കുവാൻ ഒരു സമയമുണ്ടായിരിക്കണം. അവിടെ മക്കളെയൊക്കെ ഇരുത്തി വേദപുസ്തകമൊക്കെ പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ബൈബിളൊക്കെ മക്കളെയും കൊണ്ട് വായിപ്പിക്കണം. നിങ്ങൾ വായിച്ചേൽപ്പിച്ചാൽ പോരാ, മക്കളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കണം. അവരെ കൊണ്ട് ബൈബിൾ വായിപ്പിച്ച് നിങ്ങളും വായിച്ച് സമയമെടുക്കും. ഹല്ലേലൂയ. അവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. അക്ഷരമായരെ അറിയത്തില്ലാത്ത ഏത് കുട്ടി, അക്ഷരങ്ങൾ കൂട്ടി വായിക്കുവാൻ അറിയാത്ത ഏത് കുട്ടിയും ബൈബിൾ വായിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു നോക്കി. ആ കുട്ടി അധികം താമസിക്കാതെ ദിവസങ്ങൾ കഴിയുമ്പോൾ മലയാളത്തിലുള്ള സകല അക്ഷരങ്ങളും കൂട്ടി യോജിപ്പിച്ച് വായിക്കുവാൻ സ്വയം ഒരു കഴിവ് കിട്ടും. മാമ ഏറ്റവും മലയാള ഭാഷ പഠിക്കുവാൻ ഏറ്റവും കൂടുതൽ മലയാള അക്ഷരങ്ങൾ ചേർത്ത് വായിക്കും. പിന്നീട് അക്ഷരം തെറ്റാതെ സംസാരിക്കാൻ കഴിയണമെങ്കിൽ ബൈബിൾ വായിച്ച് പഠിപ്പിച്ചാൽ മതി. ആദ്യ കുട്ടി വായിക്കുമ്പോൾ തെറ്റുകളാണ്. നമ്മൾ അതിനെ പറഞ്ഞ് തിരുത്തി കൊടുത്ത് അവനെയും കണ്ടത് മനസ്സിലാക്കി വായിപ്പിക്കും, മനസ്സിരുത്തി വായിക്കുക നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ കുഞ്ഞ് അതിലേക്ക് കടന്നു വരും. അല്ലേ, ഞാനൊക്കെ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഒരുപാട് പേരെ ശീലിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിച്ചു പഠിപ്പിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഏലിയാവിന്റെ മുമ്പിൽ 450 വാൽപ്രവാചകന്മാരും ഹല്ലേലൂയ കൂടാതെ 400 അശേര പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ഒരു വശത്ത് 850 ഹല്ലേലൂയ പ്രവാചകന്മാർ, ബാലിന്റെ പ്രവാചകന്മാർ, അശേര പ്രവാചകന്മാർ നിൽക്കുമ്പോൾ മറുവശത്ത് തനിയെ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ഹല്ലേലൂയ ആരാണ് ദൈവമെന്ന് അവരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. 850 എണ്ണത്തിന്റെ മധ്യത്തിൽ ആരാണ് ദൈവമെന്ന് ഏലിയാവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ട് എന്തൊരു ചങ്കൂറ്റമല്ലേ. അത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രാർത്ഥന നഷ്ടപ്പെട്ടതാണ് നിന്റെ കുടുംബത്തിൽ അരാജകത്വം വന്ന്, പ്രാർത്ഥന നഷ്ടപ്പെട്ടതാണ് കുടുംബത്തിൽ
ദുഷ്ടതയുടെ, കഷ്ടതയുടെ, നൊമ്പരത്തിന്റെ, കണ്ണുനീരിന്റെ അനുഭവം നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിപ്പാൻ കാരണം പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. പ്രാർത്ഥന കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. നിനക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ നിനക്ക് സമയമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പം ആരാണ് ദൈവം? ബാലാണോ ദൈവം, അതോ യഹോവയായ ദൈവമാണോ എന്ന് അവിടെ ഒരു ചോദ്യചിഹ്നം ഉയരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ അനേക വിശുദ്ധന്മാർ തനിയെ നിന്നുകൊണ്ട് സാത്താന്റെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേക ദൈവദാസിദാസന്മാർ സാത്താന്റെ വെല്ലുവിളിക്ക് നേരെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാന് ഒരുപാട് പ്രാർത്ഥനകളിൽ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പങ്കെടുത്ത പ്രാർത്ഥനയുടെ എണ്ണങ്ങൾ പറഞ്ഞാൽ തീരത്തിന്റെ. സാത്താനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ഏരിയ ഒറ്റയ്ക്ക് നിന്നതുപോലെ സാത്താന് ശക്തികൾക്ക് നേരെ വെല്ലുവിളിച്ചുകൊണ്ട് ആരാണ് ദൈവം? ബാലിന്റെ ദൈവങ്ങളാണോ യഥാർത്ഥ ദൈവം, അതോ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന യഹോവയായ ദൈവമാണോ യഥാർത്ഥ ദൈവമെന്ന് വെളിപ്പെടുത്തക്ക നിലയിൽ ഞാനും ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ടീമുകളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് തനിയെ നിന്നുകൊണ്ട് ഗോലിയാത്തിനോട് എതിർത്തു. ദാവീദ് തനിയെ നിന്നുകൊണ്ട് ഗോലിയാത്തിനോട് എതിർത്തു. ഏലിയാവ് തനിയെ നിന്ന് അശേരുടെയും ബാലിന്റെയും 850 പ്രവാചകന്മാരോട് എതിർത്തു നിന്നതുപോലെ ദാവീദ് 40 ദിവസം ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ച, 40 രാവും പകലും വെല്ലുവിളിച്ച ഗോലിയാത്തിനെതിരെ ദാവീദ് ഒറ്റയ്ക്ക് ചെറുത്തു നിന്നു. പ്രേക്ഷകരോ, നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. മാത്രമല്ല ദാനിയേൽ പ്രവാചകൻ ഹല്ലേലൂയ തനിക്ക് നേരെ ബാബിലോണിൽ നിയമപ്രകാരം ഹല്ലേലൂയ ആർക്കും അല്ലെങ്കിൽ ആ നിയമം മാറ്റുവാൻ കഴിയാത്ത വിധത്തിൽ രേഖയുണ്ടാക്കി ദാനിയേൽ പ്രവാചകനെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് എറിഞ്ഞു കളഞ്ഞപ്പോൾ ഹല്ലേലൂയ ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥനയിൽ പോരാടി നിന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞപ്പോൾ യഹോവയായ ദൈവം ദൂതനെ അടച്ചിട്ട് എന്ത് ചെയ്തു? ദൂതനെ അയച്ചിട്ട് എന്ത് ചെയ്യുന്നു? സിംഹത്തിന്റെ വായടച്ചിട്ടു. ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ചിട്ടു. അപ്പൊ ഏലിയാവിനെ പോലെ അല്ലെങ്കിൽ ദാവീദിനെ പോലെ, സ്തോത്രം, ദാനിയേലിനെ പോലെ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു സ്നേഹിച്ച യേശുവിന്റെ സ്നേഹിതനായിരുന്ന യോഹന്നാൻ, യോഹന്നാനെ ഡൊമീഷ്യൻ ചക്രവർത്തി നാടുകടത്തി. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാൻ ഇപ്പം പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കിയ കാട്ടാറുകളും കട്ടരുവികളും കാട്ടിലെ ശബ്ദങ്ങളും പക്ഷികളുടെ ശബ്ദങ്ങളും കൂടാതെ ആയിരക്കണക്കിന് ജനങ്ങളെ നാടുകടത്തിയവരുടെ അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറയപ്പെട്ട പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അവിടെയും കിടന്നുകൊണ്ട് എന്ത് ചെയ്തു? സാത്താന് ശക്തിക്കെതിരെ ആഞ്ഞു പോരാടി ദൈവജന വെളിപ്പാട് അങ്ങോട്ട് കൊടുത്തു. പ്രൈസ്. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഏലിയാവിനെ പോലെ ദാവീദിനെ പോലെ ദാനിയേലിനെ പോലെ യോഹന്നാനെ പോലെ ഹല്ലേലൂയ നീ പ്രാർത്ഥനയിലേക്ക് വരുന്നെങ്കിൽ നിന്റെ കരങ്ങളിൽ ദൈവം ചില അത്ഭുതങ്ങളെ ഏൽപ്പിക്കും. നീ പ്രാർത്ഥനയ്ക്ക് നീ ഒറ്റയ്ക്ക് പോരാടി നിൽക്കുവാൻ നിനക്ക് കഴിയും. സാത്താന് ശക്തികളെ നിനക്ക് വെല്ലുവിളിക്കാൻ കഴിയും. സാത്താന് മുമ്പിൽ നീ അടിപതറി പോകത്തില്ല, സാത്താന് മുമ്പിൽ നീ ഇടറി പോകത്തില്ല എന്ന് യഹോവയായ ദൈവത്തിന് ഏലിയാവിനെ കുറിച്ചും ദാനിയേലിനെ കുറിച്ചും ഹല്ലേലൂയ ദാവീദിനെ കുറിച്ചും ആ വെളിപ്പാടുണ്ടായതുപോലെ, ആ ഒരു ധാരണ വന്നതുപോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ ആ ഒരു വിശ്വാസം ഹല്ലേലൂയ കൊണ്ടെടുത്തു. ഇവൻ എന്റെ പേർക്ക് നിൽക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ധൈര്യത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് സാത്താനെതിരെ നമ്മൾ പോരാടുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കെതിരെ അല്ല. നമ്മുടെ ശത്രു മനുഷ്യരല്ല. പിന്നെ ശത്രു മനുഷ്യരൂപത്തിൽ വരുമെന്നുള്ളതേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ ശത്രുവിനെ കാണുന്ന നമ്മുടെ അയൽവാസി, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അമ്മായിയമ്മ, മരുമോള്, അല്ലെ അടുത്ത് നമ്മുടെ ജാതിക്കാരും മറ്റു ജാതിക്കാരെ നമ്മൾ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. പിന്നെ അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുടെ കർമ്മങ്ങളെയൊക്കെ നമ്മൾ ഈ ശത്രുവായിട്ട് കാണുന്നു. അതല്ല ശത്രു. ഹല്ലേലൂയ. എന്റെ രീതിയിൽ പറഞ്ഞാൽ കേട്ടോ, നിങ്ങൾക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. ഇവരൊന്നും അല്ല ശത്രു എന്ന് പറയുന്നത്. ഈ ശത്രു എന്ന് പറയുന്നത് യഥാർത്ഥ സാത്താനാണ്. ഈ സാത്താൻ മനുഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. മനുഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തന്ത്രങ്ങൾ, മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരുതരം പ്രവർത്തികളുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നവരിലൂടെയാണ് സാത്താൻ എന്ന് പറഞ്ഞാൽ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളും
സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, ഇതൊക്കെയാണ്. ഇത് മനുഷ്യനിലേക്ക് വ്യാപരിക്കുന്നതാണ്. മനുഷ്യനിലേക്ക് വ്യാപരിച്ച് അങ്ങനെയാണ് മനുഷ്യന്റെ ഉള്ളിൽ സാത്താനിശക്തി കയറുന്നത്. അല്ലാതെ ജഡരക്തങ്ങളോടല്ല നമ്മൾ പോരാടുന്നത്, സാത്താനോടാണ് പോരാടേണ്ടത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്ക് ഒരുപാട് പോരാട്ടമുണ്ട്, വെല്ലുവിളികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. നിന്റെ തലമുറയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, നിന്റെ നന്മയെക്കുറിച്ച്, നിന്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നിനക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. പക്ഷെ നീ അതിന്റെ നടുവിൽ ജഡരക്തങ്ങളെ നിന്റെ ശത്രുക്കളായി കാണാതെ അവരിൽ കൂടെ പ്രവർത്തിക്കുന്ന സാത്താന ശക്തിയുണ്ട്. അതിനെതിരെ നീ പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. അതിനെതിരെ നീ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് മോൾ ജയം പ്രാപിപ്പാൻ സാത്താന് കഴിയത്തില്ല. സാത്താൻ നിങ്ങൾക്ക് മേൽ ജയഘോഷം കൊള്ളരുത്, നിങ്ങൾ സാത്താന്റെ മേൽ ജയം കൊള്ളണം. പ്രൈസ് ലോർഡ്. ഏലിയാവിനെ തോൽപ്പിക്കാൻ ബാലിന്റെ ആശയരുടെ പ്രവാചകന്മാർക്ക് കഴിഞ്ഞില്ല. ദാനിയേലിനെ തോൽപ്പിക്കുവാൻ ബാബിലോണിയ ശക്തികൾക്ക് കഴിഞ്ഞില്ല. ദാവീദിനെ തോൽപ്പിക്കാൻ ഫെലിസ്ത്യ ശക്തികൾക്ക് കഴിഞ്ഞില്ല. ഡൊമീഷ്യൻ ചക്രവർത്തി ആളുകൾക്ക് യോഹന്നാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപത്തിന്റെ കറകളെ കഴുകി വിശുദ്ധ ജീവിതം നയിക്കുന്ന നിന്നെ പരാജയപ്പെടുത്തുവാൻ ഈ ഉലകത്തിൽ ഒരു ശക്തി കഴിയത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. അപ്പൊ പത്മോസ് ദ്വീപിലും ഹല്ലേലൂയ 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 സ്തോത്രം ആമേൻ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഏലിയാവ് കർത്താവിന് വേണ്ടി തനിയെ നിന്നു. നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിന് വേണ്ടി തനിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിന് വേണ്ടി, കർമ്മേലിൽ ഏലിയാവ് തനിച്ച് നിന്നപോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തനിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. സഹോദരി, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറുക, നിന്റെ മക്കളെ വഴിവിട്ട് ജീവിതം മാറുക, ദൈവികമല്ലാത്ത ജീവിതത്തിന്റെ ഭാര്യ മടങ്ങി വരുവാൻ, നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വം മാറുവാൻ ഏലിയാവിനെ പോലെ തനിച്ച് നിന്ന് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കും. ഹല്ലേലൂയ. അപ്പൊ ഏലിയാവ് തനിയെ നിന്ന് പ്രാർത്ഥിച്ചു. ഏലിയാവിന്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ്. സകല എതിർപ്പുകളുടെയും മധ്യത്തിലും സകല പോരാട്ടങ്ങളുടെ മധ്യത്തിലും കർത്താവ് നിങ്ങൾക്ക് ജയം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പോരാട്ടങ്ങൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും. ഏത് വലിയ പോരാട്ടം കടന്നു വന്നാലും ഏലിയാവിന്റെ ദൈവം നിന്നെ കൈവിടാതെ നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധിയില്ല കുടുംബത്തിൽ, അല്ലേ? പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്നുണ്ട്. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്ന എല്ലാവരുടെയും വിഷയങ്ങൾ അവരുടെ കുടുംബ വിഷയങ്ങളാണ്. പ്രൈസ് ലോർഡ്. പുറമേ എന്നുള്ളതുകൊണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, തനിച്ചിരുന്ന് പോരാടി പ്രാർത്ഥിക്കാൻ കഴിയാതെ പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. എന്നാൽ നീ ഇന്ന് പകൽ മടങ്ങി വന്ന് ഏലിയാവിന്റെ ദൈവം നിന്റെ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവത്തിനെ പ്രാർത്ഥിക്കരുത്. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, ഇസ്രായേലിന്റെ ദൈവമേ, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവമേ, ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിന്ന് അശേരുടെയും ബാലിനെയും പ്രവാചകന്മാരെ നീക്കിക്കളയാൻ ഏലിയാവിനും ശക്തി പകർന്ന ദൈവമേ, ഇന്ന് പകൽ എന്റെ ഭവനത്തോട്, എന്റെ ജീവിതത്തോട്, എന്റെ കുടുംബത്തോട്, എന്റെ സ്വഭാവത്തോട്, എന്റെ ശരീരത്തോട്, ജോലിയോട്, നന്മയോട്, തലമുറയോട്, എന്റെ ആത്മീയജീവിതത്തോട് പോരാടുന്ന അന്ധകാര ശക്തികളെ ജയിപ്പാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നീ ദൈവസേനയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ അകർക്കുന്ന സാത്താന്യ ശക്തികൾ തരിപ്പുറമായി മാറും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനുമായിട്ട് സംസാരിച്ചു. പുള്ളി എന്നോടൊന്ന് ചോദിച്ചത്, ഇന്നലെ കുറെ ആളുകള് ഈ പേപ്പറൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഞങ്ങളുടെ ഈ കൂടെ ഞങ്ങൾക്ക് തന്നു. അപ്പൊ അതിലെഴുതിയുള്ള പ്രാർത്ഥിച്ച സൗഖ്യം പ്രാപിക്കുന്ന പേപ്പർ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, പ്രാർത്ഥിച്ച സൗഖ്യം പ്രാപിക്കുന്നാണോ പേപ്പർ എഴുതിയിരിക്കുന്നത്? നിങ്ങളത് മുഴുവൻ വായിച്ചു. പുള്ളി പറഞ്ഞു, ഞാനിത് പലപ്പോഴും കണ്ടിട്ട് ഞാനത് വലിയ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചാലൊക്കെ നിങ്ങളുടെ ഈ തന്ന പേപ്പർ നിങ്ങൾ യഥാർത്ഥത്തിൽ വായിക്കണം. വായിച്ചിട്ട് എന്താണ് അത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളത് വിശ്വസിച്ചാൽ ഹല്ലേലൂയ സൗഖ്യം കിട്ടും. ഞങ്ങളുടെ ആൾക്കാരാണ് ആ പേപ്പർ തന്നെങ്കിൽ അവർ പേപ്പറെ പ്രാർത്ഥിച്ച സൗഖ്യം, പേപ്പറിൽ നോക്കി പ്രാർത്ഥിച്ച സൗഖ്യം തരുമെന്നല്ല പറഞ്ഞേ. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, അതിനകത്തൊരു ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. ആ കർത്താവിനോട് പ്രാർത്ഥിച്ച സൗഖ്യം തരുമെന്നാണ്. ഞാനത് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. പുള്ളി പിന്നത്തിന് ഇവിടെ ഹോസ്പിറ്റലൊക്കെ പണിതിരിക്കുന്നത്, നിങ്ങൾ മരുന്ന് മേടിക്കും, നിങ്ങൾ ആശുപത്രി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മരുന്ന് മേടി ആശുപത്രിയിൽ പോകുന്നുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് ചില വിഷയങ്ങൾക്കൊക്കെ പ്രാർത്ഥനയാണ് നല്ലത്.
അവസാനം ഹോസ്പിറ്റൽ ഉപേക്ഷിക്കുന്നവരോടും ഡോക്ടർമാർ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയും. അവർ കൈവിടും. അപ്പം പ്രാർത്ഥന കൊണ്ട് സൗഖ്യം പ്രാപിക്കും സഹോദരന്മാർ. പുള്ളി ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് എൻ്റെ ഏരിയ. കുറെ കാര്യങ്ങളായിട്ട് ഞാനിവിടെ സംസാരിക്കും. എന്തു പറഞ്ഞാലും സമ്മതിക്കത്തില്ല, എല്ലാം തർക്കുത്തരവാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്കൊന്ന് പൊരുതി പോരാടി പ്രാർത്ഥിക്കാൻ കഴിയണം. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാത്രം കഴിഞ്ഞ ദിവസം ഒരുപാട് സഹോദരിമാർ എന്നെ വിളിച്ചു, സഹോദരന്മാരൊക്കെ വിളിച്ചു. വാസ സ്കൂൾ തുറക്കാൻ പോവാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുമ്പോൾ വാസ വളരെ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ വർഷം കണ്ട് നമ്മൾ അനവധി കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളായി സ്കൂളിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വരരുത്, അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കും, എന്റെ പണി ഇതാണല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി പോരാടി പ്രാർത്ഥന പേരൊക്കെ എഴുതി എനിക്ക് തന്നെ എന്റെ വാട്സപ്പിൽ മെസ്സേജിലൊക്കെ അയച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഞാൻ അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവർ പോകുന്ന വലിയ അപകടത്തിലേക്കാണ്. സ്കൂളിലേക്കാണ് പോകുന്നത്. ശരിയാ, വലിയ അപകടത്തിലേക്കാണ്. ഇന്ന് സ്കൂളുകൾ മുഴുവൻ മദ്യം വിൽക്കാൻ വേണ്ടി, മയക്കുമരുന്ന് വിൽക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രശാലികൾ, സാത്താന്യ ശക്തികൾ സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളുടെ പരിസരങ്ങളിൽ ഒളിഞ്ഞും പതിഞ്ഞും ഇരിപ്പുണ്ട്. ലേരിയ ഇവിടെ കുഞ്ഞുങ്ങൾ കടന്നില്ലെന്ന് കാണുമ്പോൾ കഞ്ചാവ് കൊടുക്കാൻ, കറുപ്പ് കൊടുക്കാൻ, ചരസ് കൊടുക്കും, അവന് വേണ്ടുന്ന മയക്കുമരുന്ന് കൊടുത്ത് അവനെ സുബോധം നഷ്ടപ്പെട്ട് സ്കൂളിനകത്ത് പ്രസന്റിപ്പാൻ, ടീച്ചേഴ്സുമാർ പ്രസന്റിപ്പാൻ, അവനെ കുടുംബത്തിനകത്ത് പ്രസന്റിപ്പാൻ, അവനെ തകർക്കുന്ന ബാലിന്റെ അശേരയുടെ ആത്മാക്കുള്ള സാത്താന്യ ശക്തികൾ വിൽപ്പനക്കാരായിട്ട് നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. ശരിയല്ലേ? സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുമെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എനിക്കൊന്നുമില്ല കേട്ടോ. സത്യം വിളിച്ചു പറയണം. അതുകൊണ്ട് മാതാവേ, നിന്റെ മകന് വേണ്ടി നീ പോരാടി പ്രാർത്ഥിക്കണം. സൗദിന്റെ മകന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നീ പോരാടി പ്രാർത്ഥിക്കണം. രാവിലെ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താവുള്ള ആ ഭർത്താവിനോട് പോരാടി പ്രാർത്ഥിക്കണം. നീ രാവിലെ ജോലിക്ക് പോയിട്ട് പല ഭർത്താക്കന്മാരും ബാറിന് മുമ്പിൽ പോയിട്ട് പലരുടെയും ആമയല്ലയോ വാങ്ങി കുടിച്ചിട്ട് വാള് വെച്ച് അവിടെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ വീവറേജൊക്കെ ഉണ്ട്. മുമ്പ് നോക്ക് എത്ര വാള് വെച്ച് കിടക്കുന്നുണ്ട്. പ്രൈസലോ. രാവിലെ പോയതാ ജോലിക്ക്. ഇപ്പൊ എവിടെ കിടക്കുന്നേ? ബാറിന്റെ സൈഡിൽ കിടക്കുക. കണ്ട ചത്ത് കിടക്കാൻ തോന്നും. അല്ലേ ഒരു യശോകം. ജീവനുണ്ടോ ഇല്ലെന്ന് അടുത്ത് നോക്കാം. പോരാടി പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് തനിയെ നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏരിയാവിനെ പോലെ. നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ? ഒരു കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടോ? സന്തോഷത്തോടെ നിനക്ക് കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? സന്തോഷത്തോടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സന്തോഷത്തോടെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നിച്ചൊരു മേശയിൽ നിന്ന് ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടോ? എല്ലാം തകർന്ന തരിപ്പണമായില്ലേ? എന്തുകൊണ്ടാണ്? നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലാതായിപ്പോയി. പ്രാർത്ഥന നഷ്ടപ്പെടുള്ള അശേരയുടെയും ബാലിന്റെയും പ്രവാചക ശക്തികൾ നിന്റെ കുടുംബത്തെ തകർക്കുന്നു. നീ മടങ്ങി വരണം. പ്രൈസ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലുരിയ അശേരയുടെയും ബാലിന്റെയും പ്രവാചകന്മാർ രാവിലെ മുതൽ ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ ബാൽ വിഗ്രഹത്തെ നോക്കി വിളിച്ചപേക്ഷിച്ചു. ഒരു മറുപടിയും കിട്ടില്ല. കാരണമെന്ത്? അല്ലൊരു കാരണമെന്ത്? അത് എന്താണ് കാരണം? 115 സങ്കീർത്തനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. രാവിലെ തൊട്ട് ഉച്ചവരെ അശേരയുടെ ബാലിന്റെ പ്രവാചകന്മാർ അവരുടെ ദേവന്മാരെ നോക്കി നിലവിളിച്ചിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല. അതിനെക്കുറിച്ച് സംഗീതക്കാരൻ പറഞ്ഞത് 15 സംഗീതത്തിന്റെ 5-6 വാക്യങ്ങൾ പറയുന്നത് അവിടെ ഇങ്ങനെ പറയുന്നു: അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാതുണ്ടെങ്കിലും അല്ലെങ്കിൽ കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല, അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്ന, അവയെ ആശ്രയിക്കുന്ന ഏവരും അങ്ങനെ തന്നെ. കണ്ടോ? പിന്നെ എങ്ങനെയാ സംസാരിക്കുന്നത്? മറുപടി കിട്ടുമോ? ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് ഭോജനയാഗം കഴിക്കുന്ന സമയം വന്നു. ബാലിനും വിഗ്രഹാരാധനയ്ക്കും നൽകപ്പെട്ട സമയം അതോടെ അവസാനിച്ചു. ഏലിയാവിന്റെ സമയം ആരംഭിച്ചു. ഏലിയാവ് ജാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന സമയം വന്നു. യഹോവയുടെ അഗ്നി ഇറങ്ങാൻ പോകുന്ന ആ സമയം വന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ഇങ്ങനെ കിടക്കുന്നു: ഹല്ലേലൂയ, സ്തോത്രം. യഹോവേ, എനിക്ക് ഉത്തരമരണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരണമേ എന്ന് പറഞ്ഞ് ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം.
യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു അത്ഭുതം. ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വിശുദ്ധി, ഏകാഗ്രത, സമർപ്പണം ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തരായി മാറും. ഇനിയുള്ള കാലം നമുക്കൊന്നും അനുയോജ്യമല്ല. ഇനിയുള്ള കാലത്ത് സമാധാനത്തോടെ ജീവിക്കാനും കഴിയത്തില്ല കേട്ടോ. ഇന്ത്യയുള്ള തലമുറ കടന്നു വരുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അത്ര ദുർഘടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ലോകരാജ്യങ്ങൾ. അല്ലേ യശോദം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ പ്രാർത്ഥിപ്പാൻ ആ ഏലിയാവിന് വേണ്ടി ഒരു സമയം അല്ലേയ തെരഞ്ഞ് എടുത്തതുപോലെ ഏലിയാവ്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഭവനത്തിൽ സമയം തിരഞ്ഞെടുക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം തിരഞ്ഞെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയത്ത് ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് തീ ഇറങ്ങിയതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം തീ അയക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് തീ അയക്കും. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം വരുമ്പോൾ അതിന്റെ 12:49 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലെങ്കിൽ 12:49 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ തീയിടുവാൻ വന്നിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ അവന് മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. അതെ, നമ്മുടെ കർത്താവ് ഭൂമിയിൽ തീയിടുവാൻ. ഇതുവരെ ഭൂമിയെ കത്തിക്കാനല്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് പോരാണ്. നിന്റെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നീ നിന്റെ മക്കൾ ഒന്നിച്ചെന്ന് കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് തീയിറക്കിയ ദൈവം നിന്റെ മക്കളുടെ മേൽ, നിന്റെ മേൽ ആത്മാവിന്റെ തീ അയക്കും. പരിശുദ്ധാത്മാവിന്റെ തീ അയക്കും. പരിശുദ്ധാത്മാവിന്റെ തീ അയക്കും. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങണം. യോഹന്നാൻ സ്നാപകൻ എന്താണ് പറഞ്ഞത്? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കേൾക്കണം. വലിയ സ്തോത്രം. അവിടെ യോഹന്നാൻ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 3:11 വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ട് അവനെ സ്നാനം കഴിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മൾ ദൈവമായിട്ടൊരു അഭേദ്യമായി ബന്ധം പുലർത്തണം. മത്തായിയുടെ സുവിശേഷം 3:11 പറയുന്നത്, വെള്ളത്തിൽ സ്നാനം ഞാൻ യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരായ വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിന്റെ തീയിലും സ്നാനം കഴിപ്പിക്കും. അത് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഏലിയാവ് യാഗപീഠത്തോട് ചേർന്ന് അശേരുടെയും ബാലിന്റെയും 850 പ്രവാചകന്മാർക്ക് നേരെ ഒറ്റയ്ക്കൊന്ന് പോരാടി അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങിയതുപോലെ നിന്റെ കുടുംബത്തിനകത്ത് ആത്മാവിന് തീയിറങ്ങട്ടെ. നിന്റെ മക്കളിൽ ആത്മാവിന്റെ തീയിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങിയാൽ, നിന്റെ കുടുംബത്തിൽ ഇറങ്ങിയാൽ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന സകല പൈശാചി ശക്തികളും തകർന്ന് തരിപ്പുറമാകും. നിന്റെ കുടുംബം വിടുവിക്കപ്പെടും. കണ്ണുകളടച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ കാലഘട്ടത്തിൽ കർത്താവ് സകല ജനങ്ങൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിൽ തൊട്ട് കൊടുത്താനും വരെ വസിക സകല ജനത്തെ പാപത്തിലേക്ക് തള്ളി, ശാപത്തിലേക്ക്, മദ്യത്തിന് മയക്കി തള്ളിയിട്ട് കുടുംബത്തിനകത്ത് അരാജകം സൃഷ്ടിച്ച് രക്തപ്പൊഴി ഒഴുക്കാൻ ശ്രമിക്കുന്ന, കുടുംബത്തെ ഇല്ലായ്മയെ ശ്രമിക്കുന്ന സംവിധാനങ്ങൾ, ലോക രാജ്യ രാഷ്ട്ര തലങ്ങളിൽ രാഷ്ട്രീയ കക്ഷികളടക്കം രക്തത്തെ കർത്താവി രക്തം ചൊരിഞ്ഞ് കർത്താവി അക്രമം സൃഷ്ടിച്ച് ഭൂമിയിൽ പലതും ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന നിലവില് ഏലിയാവിനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങൾ ഒരുക്കണമേ. കുടുംബത്തോട് തലമുറയോട് വ്യാപരിക്കുന്ന സകല പൈശാചി വേദനകൾ തടയുന്നതെന്നും ഈ ദിവസങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനെ ജയപ്രാപിപ്പാൻ എല്ലാ കുടുംബങ്ങളും ദൈവ സമാധാനം വഹിക്കണം. സമാധാനമില്ലാത്ത എത്രയോ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന തലമുറകൾ കർത്താവ് ജീവിതത്തിൽ കർത്താവ് എല്ലാം തകർന്ന് ആശയറ്റവരായി കഴിയുന്ന ഒരു കൂട്ടം ജനം ഭോജനയാഗം കഴിക്കാനുള്ള സമയമായപ്പോൾ എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കുടുംബത്തിൽ തെരഞ്ഞെടുത്ത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ജനത്തെ ഒരുക്കണമേ. ലോകമെമ്പാടുള്ള സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ജനത്തിന്റെ പക്ഷപാതം കഴിക്കുവാൻ ഏലിയാവിനെ പോലെ, ദാനിയേലിനെ പോലെ, ദാവീദിനെ പോലെ, പത്മോസിനെ, യോഹന്നാനെ പോലെ ദൈവം ചില എഴുന്നേൽപ്പിക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.